നമസ്കാരം. വിഭജനകാലം മുതലേ ഇന്ത്യക്ക് തലവേദനയാണ് പാകിസ്ഥാൻ. സ്വാതന്ത്ര്യാനന്തരം കാശ്മീരിൻ്റെ ഒരു ഭാഗം കൈയടക്കിയ പാകിസ്ഥാൻ അന്നു മുതലേ ഇന്ത്യയുടെ കാശ്മീർ പ്രദേശത്തെക്കുറിച്ച് അവകാശം ഉന്നയിക്കുകയായിരുന്നു. ജനാധിപത്യത്തെ നിരന്തരമായി അട്ടിമറിച്ച് സൈനിക മേധാവികൾ ഭരണം നടത്തുന്ന പാകിസ്ഥാൻ പിന്നീട് ഭീകരവാദത്തെ വളർത്തിയെടുത്തത് ഇന്ത്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് മാത്രമാണ്. നേരത്തെ പുൽവാമയിലും ഇപ്പോൾ പഹൽഗാമിലും പാകിസ്ഥാൻ്റെ ഭീകരർ നടത്തിയ ക്രൂരതയ്ക്ക് ഭാരതം തിരിച്ചടി നൽകുകയാണ്. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഈ രാജ്യം ഭീകരതയുടെ മുമ്പിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ലെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതിനപ്പുറത്തേക്ക് വലിയ ഒരു യുദ്ധത്തിലേക്ക് ഭാരതം പോകില്ല എന്ന ഉറപ്പിലാകാം വീണ്ടും പാകിസ്ഥാൻ ഭീകരത അവരുടെ മുഖ്യ ആയുധമാക്കി മാറ്റിയത്. പഹൽഗാമിൽ നിരായുധരായ മനുഷ്യരെ മതം നോക്കി വെടിവെച്ച് വീഴ്ത്തിയതും ആ ഉറപ്പിൽ മാത്രമാണ്. 9 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി 100ഓളം ഭീകരരെ വധിക്കുകയും പാകിസ്ഥാനെ ലാഹോറിലും കറാച്ചിയിലും ആക്രമിക്കുകയും ചെയ്ത ഇന്ത്യൻ സേന അവരുടെ 5 വിമാനങ്ങളും 8 മിസൈലുകളും 50ഓളം വരുന്ന ഡ്രോണുകളും വെടിവെച്ചിട്ടു. അതിർത്തിയിൽ ഉടനീളം പാകിസ്ഥാൻ നടത്തുന്ന ഷെൽ ആക്രമണത്തിൽ 15 ഇന്ത്യൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് പ്രതികാരമായി അതിർത്തിയിലും ഇന്ത്യ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുന്നു. പാകിസ്ഥാന്റെ എക്കണോമിക് അഫയേഴ്സ് ഡിവിഷൻ ലോക സമൂഹത്തിനു മുമ്പിൽ സഹായത്തിനായി കേഴുന്നത് ഇന്നലെ അവർ എക്സിലൂടെ പുറത്തുവിട്ടിരുന്നു. സാമ്പത്തികമായും രാഷ്ട്രീയപരമായും തകർന്ന പാകിസ്ഥാൻ ഭീകരതയെ കൈവിടാത്തിടത്തോളം മുന്നോട്ടു പോകുക അസാധ്യമാണ്. അസർബൈജാനും തുർക്കിയും ഒഴികെയുള്ള ഒറ്റ രാജ്യങ്ങളും പാകിസ്ഥാന് പിന്തുണ നൽകുന്നില്ല. OIC എന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് പോലും പാകിസ്ഥാനെ കണ്ടമട്ട് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാകാൻ ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിട്ട ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും രാജ്യത്തിലെ പട്ടാളക്കാർക്ക് കനത്ത നഷ്ടം വരുത്തിവെക്കുന്നു. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ പാകിസ്ഥാൻ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടും ഭീകരവാദം താലോലിക്കുന്നത് കൊണ്ടും തകർന്നടിയുമ്പോൾ ഏകദേശം രാജ്യത്തിൻ്റെ 40% വിസ്തൃതിയുള്ള ബലൂചിസ്ഥാൻ ഇന്ത്യ പാക് യുദ്ധാനന്തരം കൂടെ ഉണ്ടാകുമോ എന്നതായിരിക്കും പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.